ഛത്തീസ്ഗഡിൽ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകളുടെ ജാമ്യത്തിനായി ഇടപെടുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉറപ്പു നൽകിയെന്ന് UDF എംപിമാർ. ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ലെന്നും അമിത്ഷാ അറിയിച്ചു. അതേസമയം കന്യാസ്ത്രീകൾ നാളെ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കും. അറസ്റ്റിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് കന്യാസ്ത്രീകളുടെ കുടുംബം മീഡിയ വണ്ണോട് പറഞ്ഞു. UDF എംപിമാരുമായുള്ള കൂടിക്കാഴ്ചയിലാണ് അമിത്ഷായുടെ ഉറപ്പ്. അന്വേഷണം NIAയ്ക്ക് വിടില്ലെന്നും കന്യാസ്ത്രീകൾ നിരപരാധികളെന്ന് ആഭ്യന്തരമന്ത്രി തന്നെ പറഞ്ഞുവെന്നും UDF എംപിമാർ വ്യക്തമാക്കി. യോഗത്തിൽ ഞങ്ങൾക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഉറപ്പ് കന്യാസ്ത്രീ സഹോദരിമാർക്ക് ജാമ്യം ലഭിച്ച് അവരെ ജയിൽ വിമോചിതമാക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും ഛത്തീസ്ഗഡ് സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും ഭാഗത്തുനിന്നുണ്ടാകും. ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിൽ നാളെ കന്യാസ്ത്രീകൾ ജാമ്യാപേക്ഷ സമർപ്പിക്കും. നിയമ നടപടികൾ സങ്കീർണമാകും എന്നതിനാൽ പ്രത്യേക NIA കോടതിയെ സമീപിക്കേണ്ട എന്നാണ് നിലവിലെ തീരുമാനം. അറസ്റ്റിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. NIA കോടതിയിലേക്ക് വിട്ടതുകൊണ്ട് ഞങ്ങൾക്ക് നീതി വൈകുകയാണ്. അപ്പം ഞങ്ങൾക്ക് നീതി കിട്ടാനുള്ള ആ താമസം ഉണ്ടാക്കുന്ന ഒരു കാര്യം നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ഇത് കേസ് മനഃപൂർവ്വം നീട്ടിക്കൊണ്ടുപോകുന്നത് പോലെ ഫീൽ ചെയ്യുന്നു. കാരണം മാരകമായ കുറ്റങ്ങളൊന്നും അല്ലല്ലോ ഇത് ചെയ്തത്. അത് എന്താ സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ആശങ്കയാണ്. അതിനിടെ കന്യാസ്ത്രീകളെ തുറങ്കിലടച്ചതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. പാർലമെന്റിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ഇന്ത്യ സഖ്യ എംപിമാർ പ്രതിഷേധിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടൽ തേടി ഇടതുപക്ഷ എംപിമാർ നിവേദനം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 6 ദിവസമായി മലയാളി കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിലെ ജയിലിൽ ദുരിതം അനുഭവിക്കുകയാണ്. അനുകൂലമായ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. മതപരിവർത്തനം നടന്നില്ലെന്ന് BJP കേരള നേതാക്കൾ പറയുമ്പോഴും ഛത്തീസ്ഗഡ് സർക്കാർ സ്വീകരിക്കുന്ന നിലപാടും വ്യത്യസ്തമാണ്. ഛത്തീസ്ഗഡിലെ ദുർഗ് ജയിലിൽ മുന്നിൽ നിന്നും ബിപിൻ ജെയിംസിനൊപ്പം അരവിന്ദ് PR, മീഡിയ 1.